ഇത്രയും നല്ല ചാളയൊക്കെ കിട്ടിയിട്ടേ കുറച്ച് അധികമായിട്ടാ. ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോഴേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഇതിനിപ്പോൾ പൊരിക്കണ അതോ കറി വെക്കണ പീര വെക്കണ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടല്ലോ കറിയിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല, എങ്കിൽ അങ്ങോട്ട് പറ്റിച്ചിട്ടില്ല. ആ ഒരു രീതിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ടിട്ട് ആ കളറൊക്കെ മാറി വന്നേരം നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടികളായിട്ട് ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചോളം ചേർത്ത് കൊടുക്കണ്ടിട്ടാ. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വളരെ കുറച്ച്. ഇനി ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം കേട്ടോ നമ്മളെ കറിക്ക് ആവശ്യത്തിലുള്ള ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിൻ്റെ പുറകെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഇത് അവിടെ കിടന്ന് അങ്ങനെ തിളച്ച് ആ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ മീനൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ. ഇനി ഇത് അവിടെ കിടന്ന് അങ്ങനെ തിളച്ച് നമ്മുടെ മീനൊക്കെ അങ്ങനെ വെന്ത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുക്കി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലേ ഒരു നുള്ള പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നേരെ അങ്ങനെ അടച്ചു വെച്ചോ. ഇനി ഇപ്പം തന്നെ ഈ കറീനെ അങ്ങോട്ട് ഇളക്കി കൂട്ടുന്നത് വേണ്ടിട്ടാ. അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ കുറേ നേരം. ഇനി നമ്മുടെ ചോറൊക്കെ റെഡി ആയി കഴിഞ്ഞാലേ കറിയൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചോറിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ സൈഡിൽ കൂർക്കയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കുക. പിന്നെ ഈ റൈസ് ഉണ്ടല്ലോ അബൂക്കാസിൻ്റെ മസാല റൈസ് ആട്ടാ. അതിനോട് കുറേ പേര് എപ്പോഴും ചോദിക്കലുണ്ട്.